വീണ്ടും ഒരു വേളാങ്കണ്ണി യാത്രയിൽ 100 പേർക്ക് ബീഫ് പച്ചക്കായ കറി ഉണ്ടാക്കുകയാണ്. ഉരുളി വെക്കുന്നു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു, സവാള കുറച്ചധികം, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂട്ടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നു. ഇനി ബീഫ് വേവിച്ച വെള്ളം എടുത്തിട്ടാണ് ഒഴിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി സെറ്റാക്കിയതിന് ശേഷം അതിലേക്ക് ആദ്യം തന്നെ മല്ലിപ്പൊടിയാണ് ഇടേണ്ടത്. മല്ലിപ്പൊടി വാരി വിതറുന്നു. അതിനുശേഷം കാശ്മീരി ചില്ലി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാല എടുത്ത് അങ്ങോട്ട് തട്ടുന്നു. എന്നിട്ട് നന്നായിട്ട് വഴറ്റി ആവശ്യത്തിന് ഉപ്പ് അങ്ങോട്ട് വാരി വിതറുന്നു. പിന്നെ കുറച്ചുകൂടി ബീഫ് വേവിച്ച വെള്ളം എടുത്തൊഴിക്കുന്നു. അതിനുശേഷം നന്നായിട്ട് വഴറ്റി അങ്ങോട്ട് സെറ്റാക്കി എടുത്തതിന് ശേഷം ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കായ എടുത്ത് അങ്ങോട്ട് തട്ടുന്നു. ഇനി ഏകദേശം ഒരു 15 മിനിറ്റ് വേവിച്ചതിന് ശേഷമാണ് നമ്മൾ ഉപ്പിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് എടുത്ത് തട്ടുന്നത്. ബീഫ് എടുത്ത് തട്ടുന്നു. അതിനുശേഷം അങ്ങോട്ട് മറിച്ച് മറിയുമ്പോൾ കുറച്ച് മല്ലിയിലും പുതിനയിലും കൂടി വാരി അങ്ങോട്ട് വിതറുന്നു. എന്നിട്ട് മറിച്ചങ്ങോട്ട് സെറ്റാക്കി എടുക്കുന്നു. റീജൻ ചേട്ടൻ ഇദ്ദേഹമാണ് ഈ 100 പേർക്കുള്ള ബീഫ് കറി ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പോളിയോസ്കി ഐറ്റമാണ്.